ഒരുപാട് സങ്കടമുള്ളൊരു ദിവസമായിരുന്നു ഇന്ന്. ഉമ്മ നിസ്കരിക്കുമ്പോൾ ഉമ്മാൻ്റെ മടിയിൽ പോയി കിടക്കുമ്പോൾ കിട്ടുന്നൊരു സമാധാനമുണ്ട്. ഞാൻ എൻ്റെ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ, ഞാൻ എൻ്റെ ഉപ്പാനെ അവസാനമായിട്ട് കണ്ടത് കണ്ണൂർ ഹാർബറിൽ വെച്ചിട്ടായിരുന്നു. ഞാൻ ജപ്പാനിൽ പോകുന്ന യാത്ര പറയാനായിരുന്നു ഞാൻ ഉപ്പാനെ അവസാനമായിട്ട് കണ്ടത്. ആ ഒരു ഫോട്ടോസെല്ലാം ഞാൻ എൻ്റെ ഉമ്മാക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ ഉമ്മാൻ്റെ കണ്ണിൽ നിന്നും വെള്ളം വന്നു. ഒരുപാട് സങ്കടമുണ്ട്. ഒരിക്കലും ഇതൊരു ലാസ്റ്റ് ദിവസമാണ് എന്ന് എനിക്കറിയില്ലായിരുന്നു എൻ്റെ ഉപ്പ. കാരണം ഞാൻ ജപ്പാനിൽ എനിക്കൊരു ജോലി കിട്ടി, അതിൻ്റെ യാത്ര പറയാൻ ഞാൻ കണ്ണൂരിലേക്ക് പാപ്പാനെ കാണാൻ പോയതായിരുന്നു. അന്ന് എൻ്റെ ബാപ്പാക്ക് ഒരുപാട് സന്തോഷമായി. പാപ്പ എന്നോട് പറഞ്ഞു തരുമോ, എൻ്റെ മോൻ എന്നെ കാണാൻ വന്നല്ലോ എന്നാണ്. എൻ്റെ മോൻ നല്ല ഉയർച്ചയിലേക്ക് എത്തട്ടെ, ജപ്പാനിൽ പോയിട്ട് ഒരുപാട് പൈസ ആക്കിയിട്ട് നീ നിൻ്റെ ഉമ്മാനെ പൊന്നുപോലെ നോക്കണം, എനിക്കതാണ് വേണ്ടത് എന്ന് പറഞ്ഞു. അന്ന് ഞാൻ എൻ്റെ അനിയത്തിൻ്റെ ഫാമിലി ഫോട്ടോസെല്ലാം എൻ്റെ ഉപ്പാക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ എൻ്റെ ഉപ്പാക്ക് ഉണ്ടായ സന്തോഷം, എൻ്റെ അനിയത്തിയെല്ലാം വളരുന്നല്ലേ, നീ നിൻ്റെ ഉമ്മാനെ പൊന്നുപോലെ നോക്കണം, എനിക്ക് സാധിക്കാൻ പറ്റാത്തതെല്ലാം എൻ്റെ മോനിലൂടെ എനിക്ക് സാധിക്കണം, എൻ്റെ മോൻ പൊന്നുപോലെ നിൻ്റെ ഉമ്മാനെ നോക്കണം, ഉമ്മാക്കൊരു വീടെടുത്ത് കൊടുക്കണം. ഉമ്മാക്ക് ഒരുപാട് നല്ല ആഗ്രഹങ്ങളുണ്ടായിരുന്നു, ഒന്നും എനിക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല. ചില സാഹചര്യത്തിൽ എൻ്റെ ഉമ്മയും ഉപ്പയും ഡിവോഴ്സായി. അത് ആരെ ഭാഗത്ത് ശരിയെന്നോ ആരെ ഭാഗത്ത് തെറ്റെന്നോ ഞാൻ നോക്കിയിട്ടില്ല. എൻ്റെ ഉമ്മാൻ്റെ ബുദ്ധിമുട്ട് കണ്ട്, ഉമ്മാൻ്റെ കണ്ണുനീര് കണ്ട് വളർന്ന് എനിക്ക് ഉമ്മാനെ പൊന്നുപോലെ നോക്കണം. ആ ഉപ്പ എന്നോട് പറഞ്ഞ കാര്യം എനിക്ക് പാലിച്ചു കൊടുക്കണം എന്ന് വിചാരിച്ച് ഉമ്മാൻ്റെ എല്ലാ ആഗ്രഹങ്ങളും, ഞങ്ങൾക്ക് ഇല്ലാത്തതെല്ലാം ഞാൻ നേടിയെടുക്കാൻ പറ്റിയെങ്കിലും, എൻ്റെ ഉമ്മാക്കുള്ള എല്ലാ ആഗ്രഹവും സാധിച്ചു കൊടുക്കാൻ പറ്റിയെങ്കിലും, എൻ്റെ ഉപ്പ ഒരു കാര്യം എന്നോട് ആവശ്യപ്പെട്ടിരുന്നു. നീ ജപ്പാനിൽ പോയി നല്ല പൈസയാക്കി വന്നാൽ എന്നെ നീ ദുബൈക്ക് കൊണ്ടുപോകുമോ, എനിക്ക് ദുബൈ കാണണം എന്നുണ്ട്. പക്ഷേ ഞാൻ ബാപ്പാട് പറഞ്ഞു, ഞാൻ ജപ്പാനിൽ വന്നതിന് ശേഷം ഞാൻ എൻ്റെ ഉപ്പാക്ക് എന്ത് ആഗ്രഹം ഞാൻ സാധിച്ചു തരും എന്ന്. അങ്ങനെ ഞാൻ നാളത്തേക്കെന്ന് വെച്ചപ്പം ഞാൻ ജപ്പാനിലെത്തി. ഒരു 6 മാസം കഴിയുമ്പം എൻ്റെ ഉപ്പ മരണപ്പെട്ടു. ഇന്നെനിക്ക് ആ ഒരു കാര്യം ആലോചിക്കുമ്പോൾ, നമ്മൾ മാതാപിതാക്കൾക്ക് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മൾ എന്തെങ്കിലും ചെയ്യണം. അവരാഗ്രഹങ്ങൾ എന്താണോ അവരാഗ്രഹങ്ങൾ നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ സാധിച്ചു കൊടുക്കണം. അവർക്ക് വലിയ വലിയ ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലായിരിക്കാം. നിങ്ങൾ കൊടുക്കുന്ന ഏത് ആഗ്രഹങ്ങളും അവർക്ക് അത്രയും സന്തോഷമായിരിക്കും. അതുകൊണ്ട് ആ ഉപ്പാൻ്റെ ആ ആഗ്രഹം എന്നെക്കൊണ്ട് സാധിച്ചു കൊടുക്കാൻ എന്നെക്കൊണ്ട് പറ്റിയിട്ടില്ല. അതിൻ്റെ ശേഷം ആണ് എൻ്റെ ഉമ്മയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടല്ലോ, ആ ഉമ്മാൻ്റെ ആഗ്രഹങ്ങൾ ഞാൻ എല്ലാം സാധിച്ചു കൊടുത്തു. അപ്പോൾ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും ആഗ്രഹങ്ങൾ നിങ്ങൾ സാധിച്ചു കൊടുക്കുക. കാരണം അവരുള്ളിടത്താണ് നമ്മളെല്ലാ അനുഗ്രഹം നമ്മുടെ ലൈഫിലുണ്ടാകുന്ന. ഇപ്പോൾ എൻ്റെ ഉപ്പ മരിച്ചിട്ട് 3 വർഷമായി. ഇന്നത്തെ ഈ ഒരു ദിവസം ഞാൻ എൻ്റെ ഉപ്പാനെ ഒരുപാട് ഓർക്കുന്നുണ്ട്. എൻ്റെ ഉപ്പ മരണപ്പെട്ടതിൽ ഇപ്പോഴാണ് കണ്ണുണ്ടാകുമ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്ന് പറയുന്ന പോലെ. പക്ഷേ ഉപ്പ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ ഉമ്മാക്ക് എല്ലാം, എൻ്റെ ഉപ്പാക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റാത്ത എല്ലാം ഞാൻ സാധിച്ചു കൊടുത്തു. പക്ഷേ ഇന്ന് എൻ്റെ ഉപ്പ ഈ ഭൂമിയിലില്ല. എൻ്റെ ഉപ്പാക്ക് വേണ്ടി നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം.